നമസ്കാരം ഗായ്സ്. അപ്പൊ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അവതാർ മൂവിനെ കുറിച്ചിട്ടാണ്. ഫയർ ആൻഡ് ആഷസ്. അതിനു മുമ്പേ അവതാർ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവതാർ സെക്കൻഡും കണ്ടിട്ടുണ്ടോ, വേ ഓഫ് വാട്ടറും കണ്ടിട്ടുണ്ടോ? അതിലെന്താണ് കഥ എന്ന് ഫസ്റ്റ് സെക്കൻഡും അറിയുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്കൈ പീപ്പിൾ പറയുന്ന മനുഷ്യന്മാര് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് തേടിയിട്ട് പാൻഡോറ പറയുന്ന ഒരു ഗ്രഹത്തിലോട്ട് പോയി അവിടുത്തെ ജനങ്ങള്, അതായത് നാവീസ്, അതായത് നീല കളറുള്ള ആൾക്കാരോട് യുദ്ധം ചെയ്ത് അവിടെ വില്ലന്മാര് മനുഷ്യന്മാരാണ്. എന്നിട്ട് അവർ ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ട് പോകുന്നതാണ് ഫസ്റ്റ് സെക്കൻഡിലൊക്കെ ഉള്ള കഥ. പല രീതിയിൽ എടുത്തുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് തേർഡിന്റെയും കഥ. ഒരു ഡിഫറൻസും ഇല്ല. ഫസ്റ്റും സെക്കൻഡും തമ്മിൽ വിഷ്വൽസിലേലും ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതായത് വേ ഓഫ് വാട്ടർ കംപ്ലീറ്റ് നീലമായ വെള്ളത്തിൽ വെച്ചിട്ടായിരുന്നു. അതർ ഫസ്റ്റ് നമ്മൾ എല്ലാരും കണ്ട പോലെ തന്നെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വെച്ചിട്ടായിരുന്നു. ഫസ്റ്റത്തേല് നെപ്റ്റേനിയം പറഞ്ഞ ഒരു മെറ്റലിന് വേണ്ടിയിട്ട് ആ മരം നശിപ്പിച്ച അങ്ങനെ ഒരു സ്റ്റോറി രസം ഉണ്ടായിരുന്നു. രസം ഉണ്ടാകുന്നല്ല, എക്സലന്റ് വർക്കായിരുന്നു. നമ്മൾ ഫസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തും ഇപ്പോഴും എല്ലാവരും കാണാൻ താല്പര്യപ്പെടുന്ന ഒരു പടമാണ് അവതാർ ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അമൃത എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ്, അതൊരു തിമിംഗലം പോലത്തെ ക്രിയേച്ചർ ഉണ്ടല്ലോ, അവതാർ സെക്കൻഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെന്ന് കിട്ടുന്ന അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കഥ വന്നിരുന്നു, കണ്ടവർക്കറിയാം. അവതാർ ത്രീയിലും ഇതേ കഥ കാര്യം. ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കാൻ എന്താ ഈ പറയാ, നമുക്ക് ക്യാരക്ടേഴ്സോ വിഷ്വൽ ട്രീറ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം വിഷ്വൽ ട്രീറ്റ് സെക്കൻഡ് വേ ഓഫ് വാട്ടറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് അവതാറിലോ കണ്ട സെയിം വിഷ്വൽ ട്രീറ്റ് നമുക്ക് ഒന്നും കൂടി പ്ലേ ചെയ്തു തന്നു. ബട്ട് നമുക്ക് എത്ര വിഷ്വൽ ട്രീറ്റ് കിട്ടിയാലും അല്ലെങ്കിൽ എങ്ങനെ വന്നാലും ഈ അവതാർ ഫാൻസ് എന്ന് പറയുന്ന ചെറിയ കുട്ടികളൊന്നല്ല. ഫസ്റ്റ് അവതാർ ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് ചെറിയ പ്രായമുള്ളൂ. നമ്മൾ എങ്ങനെ പോയാലും സിനിമയുടെ സ്റ്റോറിനെ ഒന്ന് നോക്കുമല്ലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. സിമ്പിൾ സ്റ്റോറി. ഞാനിപ്പോ കഥ പറഞ്ഞാൽ പോലും കോപ്പിറൈറ്റ് ചെയ്യില്ല, കാരണം അവതാർ ഫസ്റ്റിന്റെ കഥയായിരിക്കും ഞാനിപ്പോ ഇവിടെ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ സെക്കൻഡിന്റെ കഥയായിരിക്കും. സ്കൈ പീപ്പിൾ വരുന്നു, നാവിയില് ജാക്സലി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. ജാക്സലിനോട് പിടിച്ചിരിക്കാൻ പറ്റില്ല. ലാസ്റ്റ് കുറെയൊക്കെ ഫൈറ്റ് ചെയ്ത് ടാക്സിൽ പിടിച്ചെന്ന് സ്കൈ പീപ്പിൾ ജയിക്കാറാവുമ്പോ ഈവ വരുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, അവർ ജയിക്കുന്നു. സ്കൈ പീപ്പിൾ തിരിച്ചു പോകുന്നു. ഇത് ഫസ്റ്റ് തന്നെ അതെ, ഇത് തന്നെയായിരുന്നു സെക്കൻഡിനും കഥ. അൺഫോർച്ചുനേറ്റ്ലി ഇത് തന്നെയാണ് തേർഡിന്റെയും കഥ. പടത്തെ ഡീഗ്രേഡ് ചെയ്യാവുന്ന രീതിയിലല്ല, നമ്മൾ പടം ഫസ്റ്റ് ഡേ പോയി കാണുന്ന തന്നെ അത്രയും ക്യൂരിയോസിറ്റിയും ഇഷ്ടം കൊണ്ടുമാണ്. അവതാർ എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസിയുടെ സീക്വൽ മൂവി ആയതുകൊണ്ടാണ് നമ്മൾ അത്രയും പടം, നമ്മുടെ നാടുകൾ നിങ്ങൾക്ക് അറിയാം, ഒരു വീക്ക് 4 ദിവസം കൊണ്ടൊക്കെ പടം മാറിപ്പോകും. അതുകൊണ്ട് തന്നെ അത്രയും പെട്ടെന്ന് കണ്ട് നമുക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ്. ഈ പടം പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ 3D എടുത്തേക്കണത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ അവിടെ 3D വരിക. ബട്ട് 3D എക്സ്പീരിയൻസ് ചെയ്യാൻ മാത്രം ഒരു വിഷ്വൽ ട്രീറ്റ് പോലും ഈ പടത്തിലില്ല. ഈ പടത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. അതായത് നമ്മൾ കണ്ടിട്ട് ഓൾറെഡി ഒരു മൂവിയിൽ ഫുൾ കണ്ട ക്രീച്ചേഴ്സിനെ പിന്നെയും കൊടുന്ന് നമുക്ക് വീണ്ടും കാണിച്ചു തരികയാണ്. ഫസ്റ്റത്തെ പടത്തിൽ നമ്മൾ വണ്ടർ അടിച്ചിരുന്നു. സെക്കൻഡ് അവതാർ ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ടു. തേർഡ് ശരിക്കും ബോറിംഗ് ആയി. ബോറിംഗ് ആവാനുള്ള റീസണാ പറഞ്ഞത്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കഥയും കഥാപാത്രങ്ങൾ പറഞ്ഞ നായകന്മാരൊന്നല്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് മൂവി പോയത്. നമുക്കൊരു സസ്പെൻസോ ഒന്നുമില്ല. ആഷ് പീപ്പിൾ, ഫയർ ആൻഡ് ആഷ് എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ പടം ചിലപ്പോ ഒരു ചുവപ്പ് മയം ഫയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ലോ. ഈ പടത്തില് ആഷ് പീപ്പിൾ പറഞ്ഞിട്ടൊരു കൂട്ടം കാണുക, എന്തിനാ അവരെ വെച്ചിരുന്നെന്ന് എനിക്കറിയില്ല. കേണൽ മൈൽസിനെ വീണ്ടും കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ജെയിംസ് ക്യാമറോൺ ഇന്ത്യയിൽ കുറച്ച് വിസിറ്റ് ചെയ്തിരുന്നു ഇതിന് മുന്നേ. അതുകൊണ്ട് ഈ പടത്തിൽ ഇന്ത്യൻ ടച്ച് നല്ല വരുന്നുണ്ട്. നല്ല അണ്ണൻ തമ്പി പാസം, മക്കള് പാസം, ഫാമിലി പാസം, മകന് നഷ്ടപ്പെട്ടതിന്റെ വിഷമം, അങ്ങനെ ഒരു കുടുംബ സീരിയൽ രീതിയിൽ കുറച്ചിങ്ങനെ വന്ന് കയറി പോകുന്നുണ്ട്. ടു ബി ഫ്രാങ്ക്, ആസ് എൻ അവതാർ ഫാൻ, പടം കംപ്ലീറ്റ്ലി ഡിസപ്പോയിന്റ്മെന്റ് ഉള്ള കാര്യം പറയല്ലോ. അതിന് വേറെ റീസൺ ഒന്നുമില്ല. ഒരേ ഫ്രാഞ്ചൈസിയിൽ വരുന്ന പടത്തിൽ എങ്ങനെ ഇവരിങ്ങനെ സെയിം സ്റ്റോറി വെച്ചിട്ട് തന്നെ ഒരു പടം എടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകും. ലോജിക്കലി ഫസ്റ്റ് സെക്കൻഡ് കണ്ടവരായിരിക്കുമല്ലോ ഈ മൂന്നാമത്തെ പടം കാണാൻ വരിക. ഇവർക്ക് ഈ സെയിം സ്റ്റോറി ഇവർ വെച്ചു കൊടുത്തിട്ട്, സെയിം സ്റ്റോറി എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ട് അതല്ല, പ്ലോട്ട് സെയിം ആണെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അതും കയറി പിടിക്കല്ല. സെയിം പ്ലോട്ടാ. സെക്കൻഡില് ആ തിമിംഗലത്തിന്റെ ലിക്വിഡിന്റെ അമൃത അങ്ങനെ എന്തോടാ ലിക്വിഡിന്റെ പേര്, അമൃത എന്ന് അങ്ങനെ എന്തോടെ പറയുക. അതായത് ഹ്യൂമൻസിന് ഏജിങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്
ഭൂമിയിലോട്ട് കൊണ്ടുപോകാൻ വരുന്നതാണ്, ഭയങ്കര എക്സ്പെൻസീവ് ലിക്വിഡാണ്. അത് എടുക്കാൻ തന്നെ അവർ 3-ലും വരുന്നേ. അത് എടുക്കാൻ വരുന്നു കുറെയൊക്കെ എന്താക്കണു, ഈവനോട് പ്രാർത്ഥിക്കുന്നു, ഈവ വരുന്നു, ഇവരെ കൂടെ നിൽക്കുന്നു, ഇവര് ജയിക്കുന്നു. എന്നാ വില്ലൻസ് ഡിഫീറ്റ് ആവണ്ടില്ല, കുറെ പേരൊക്കെ മരിക്കുന്നുണ്ട്. ഇനി ബാക്കി വില്ലൻസ് ഉണ്ടാവുമല്ലോ സ്കൈ പീപ്പിൾ. അപ്പൊ ഞാൻ അടുത്ത് എനിക്കറിയില്ല. ഞാൻ കണ്ടിടത്തോളം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. പടത്തില് നമുക്ക് കുറ്റം പറയാനുള്ളത് ഒരു പാട്ടാ, അത് മെയിൻ പാർട്ട്. പടത്തിന്റെ സ്ക്രിപ്റ്റും പ്ലോട്ടും നമ്മൾ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പടത്തിന് നല്ലൊരു സ്റ്റോറി ലൈൻ ഇല്ലെങ്കിൽ പടം പോയി. നമ്മളിപ്പോ ഒരു വെട്ടിമാരൻ പറഞ്ഞ മാതിരി ആനനെ വെച്ചിട്ടോ ഡൈനോസറിനെ വെച്ചിട്ടോ പടം എടുക്കാം, പക്ഷെ പടത്തിന് നല്ല കഥയും തിരക്കഥയും ഇല്ലെങ്കിൽ പടം എടുത്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ഇത് അവതാർ എന്ന് പറഞ്ഞ മൂവി ഫസ്റ്റ് സെക്കൻഡ് കണ്ടവരാണ്, നിങ്ങൾ തേർഡ് കാണാതിരിക്കുക നല്ലത്. കാരണം നിങ്ങൾക്ക് അത് വൻ ബോറിംഗ് ആയിരിക്കും. കാരണം നിങ്ങൾ കണ്ട പടം വീണ്ടും വീണ്ടും കാണണമായിരിക്കും. ടു ബി ഫ്രാങ്ക്, ടോട്ടലി ഡിസപ്പോയിന്റ് ആയിട്ടുള്ള മൂവിയാണ്. നെഗറ്റീവ് റിവ്യൂ പറയണമെന്ന് ആഗ്രഹിച്ച് പറയല്ല, ബട്ട് ഇതാണ് സത്യം. ഇത് പല രീതിയിലും പല രീതിക്കുള്ള റിവ്യൂ പറയും. സത്യാവസ്ഥ സെയിം പ്ലോട്ടിൽ വന്നൊരു പടമാണ്. സെയിം ക്യാരക്ടേഴ്സ് സെയിം രീതിയിൽ അഭിനയിച്ചു. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ എയർപ്ലെയിൻ അവരെ കപ്പൽ വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ബട്ട് ഫസ്റ്റും സെക്കൻഡും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒരൊറ്റ പീസാക്കി കഴിഞ്ഞാൽ എന്താണോ അതാണ് അവതാർ 3. അതിൽ കൂടുതലൊന്നും അവതാർ 3യിൽ അവർ മേക്കിങ്ങിൽ അവർ തെളിയിച്ചിട്ടില്ല, അവരുടേതായ കഴിവിലും ഇട്ടിട്ടില്ല. ഇനി ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. ഒരു വിഷ്വല്, അതായത് ജെയിംസ് കാമറൂൺ പടമായതുകൊണ്ട് വിഷ്വൽസ് ഒന്നും മോശമെന്നല്ല, നല്ല വിഷ്വൽസ് ആണ്. പക്ഷെ ഓൾറെഡി കണ്ട് ശീലിച്ചൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ അവതാർ തിയേറ്ററിലും കണ്ട് ഫോണിലൊക്കെ കണ്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം പിന്നെ കാണുമ്പോൾ നമുക്കൊരു പുതുമയല്ല, നമുക്കൊരു ക്യൂരിയോസിറ്റി ഇല്ല. എക്സ്പെക്ടേഷൻ കൂട്ടിയത് കൊണ്ടും ആയിരിക്കാം എനിക്ക് ഇഷ്ടപ്പെടായിരുന്നു. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.